ഞാൻ അൻസാറും തമ്മിൽ ഒരു ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ചും ചെയ്ത സമയത്ത് അന്ന് റിസൾട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? എക്സാം നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ആക്ച്വലി നമ്മൾ ചോദിക്കുകയാണ്, റിസൾട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഇരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞാണ്. ഇപ്പം എന്താണ് റിസൾട്ട് നമ്മുടെ? അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ എൻട്രൻസ് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പി ആയിട്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ ഇപ്പൊ JEE എൻട്രൻസ് എക്സാം വന്നു. എക്സാമിൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് എക്സാമുകൾ വരാണ്ട്, റിസൾട്ട് വരാണ്ട്, നടക്കാനുണ്ട്, വരാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് JEE എക്സാമാണ് വന്നത്. JEE എക്സാം ഫേസ് 1ന്റെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുൻപ് വന്നു. നമ്മൾക്ക് നമ്മളെ പ്ലസ് 2 ബാച്ചിലുള്ള അംജദ് അലി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവന് JEEയിൽ 99.79% സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം മലബാർ ഏരിയയിൽ അത് ഏറ്റവും വലിയൊരു സ്കോറാണ്. കാരണം അത് പ്ലസ് ടുവിൻ്റെ ഒപ്പം നമ്മൾ ചിന്തിക്കണം, റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല, പ്ലസ് ടുവിൻ്റെ ഒപ്പാണെന്നുള്ളത്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ആ കുട്ടി ചെയ്തതും, ആ കുട്ടിയിൽ മേലെ അവൻ എന്ത് മെത്തേഡാണ് അതിലേക്ക് എത്താനായിട്ട് ചെയ്തിട്ടുണ്ടാകുക? അതിൽ എൻ്റെ തിയറി ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാൽ, ഒരു ടീച്ചർക്കായാലും ഒരു രക്ഷിതാവിനായാലും ഒരു കുട്ടിയുടെ ഒരു 70% പാഠഭാഗങ്ങൾ ഒരു കാര്യങ്ങളിലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 70% ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ ആ കുട്ടിക്ക് സക്സസ് ആവുന്നുണ്ടെങ്കിൽ. ബാക്കി ഒരു 30% സക്സസിന്റെ ഉടമസ്ഥ ആ കുട്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഒരു ബെസ്റ്റ് റിസൾട്ടിലേക്ക് അവൻ എത്താണ്ട ഒരു കാര്യത്തിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്നത് അവന്റെ എഫേർട്ട് തന്നെയായിരിക്കും. അവന്റെ എഫേർട്ടിനേക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും സംവിധാനങ്ങളും നമ്മൾ കൊടുത്തതും കൂടി ചെയ്തപ്പോൾ അതൊരു വലിയ റിസൾട്ടായിട്ട്, വലിയൊരു അത്ഭുതം ഉണ്ടാക്കുന്ന റിസൾട്ടായിട്ട് മാറി. ഈ റിസൾട്ടിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് പോലെ തന്നെ അവൻ്റെ പാരന്റിനും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടിയോട് എന്ത് അപ്രോച്ചായിരുന്നു? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം അത് ഈ അവൻ്റെ പാരന്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഹയർ സെക്കൻഡറിക്ക് ഇനി കുറച്ച് മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളെ കുട്ടി IIT പഠിക്കണം. അതായത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം രക്ഷിതാക്കളും ചെയ്യാൻ എന്താ വെച്ചാൽ, ഹയർ സെക്കൻഡറിക്ക് ഫുൾ A+ കിട്ടട്ടെ, ഫുൾ A+ കിട്ടിയതിന് ശേഷം എൻട്രൻസ് നോക്കാന്നുള്ളതാണ്. കാരണം ഹയർ സെക്കൻഡറിക്ക് ഫുൾ മാർക്ക് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടൂല. കാരണം ഹയർ സെക്കൻഡറിയുടെ മാർക്ക് വെച്ചിട്ടല്ല അഡ്മിഷൻ നോക്കുക. അപ്പോൾ എൻട്രൻസ് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ എപ്പോഴും ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കാൻ. അപ്പോൾ ആ രക്ഷിതാവ് എടുത്ത ആ ഒരു തീരുമാനം, ആദ്യം ഹയർ സെക്കൻഡറി എടുക്കട്ടെ പിന്നെ എൻട്രൻസ്, രണ്ടും കൂടി കിട്ടണം എന്നല്ല, എൻട്രൻസിന് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് പഠിപ്പിച്ചതുകൊണ്ട് കൂടിയാണ് ആ ചെക്കന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചത്. അത് രക്ഷിതാക്കളെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാന്നുള്ള വലിയൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഇവനെ അൻസാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ മുതൽ അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലക്ഷ്യമുണ്ടായി കാണണം. അവർ വരുന്ന സമയം തൊട്ട് IIT എന്നുള്ള ഫ്രെയിമിലേക്ക് തന്നെ വരുന്നത്. പിന്നെ മോനും നല്ലോണം പണിയെടുക്കും, അതുപോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തും നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ എന്ത് തീരുമാനങ്ങൾ നമുക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ എടുക്കാം. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എത്ര കൊടുത്താലും മടുപ്പില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കൂടി ആയപ്പോഴാണ് അത് നല്ല റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിയത്. യെസ്.